നമസ്കാരം. ഒരു ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. കാര്യം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ഡെയിലി ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിൽ കൂടെ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നതൊക്കെ പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ, പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു പോയതിന് ശേഷം മാത്രമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. അയ്യോ, എനിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ കേസായി, ഒരു പനി വന്ന് ഇത്രയും ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയി 12,000 14,000. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചോദിച്ചു ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പേഷ്യൻ്റ് ചോദിച്ചു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇല്ലേ എന്നുള്ള ഈ ഒരു ചിന്താഗതിയാണ് പല ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം. കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാം, നിങ്ങൾക്ക് 20,000 രൂപ, 50,000 രൂപ, 30,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ ഏജ് കുറഞ്ഞ ആൾക്കാർക്ക് വർഷം തോറും പ്രീമിയം കൊടുത്താൽ മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പം നമുക്ക് പ്രതിമാസം അടച്ചുകൊണ്ടെടുക്കാൻ പറ്റും. 10% ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കിട്ടാം. ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കിട്ടും. അതാണ് മനസ്സിലാക്കാൻ കാര്യം എന്ന് വെച്ചാൽ, അതും ഒരു വർഷത്തേക്കല്ല, 3 വർഷം വരെയുള്ള കവറേജ് അടുപ്പിച്ച് കിട്ടുകയാണ് പ്രതിമാസം അടയ്ക്കുന്ന കസ്റ്റമർക്ക്. ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമായിരിക്കും. അപ്പോൾ ഈ പ്രതിമാസം എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിനൊക്കെ എന്ന് വെച്ചാൽ ഏജ് കുറഞ്ഞ ആൾക്കാർക്ക്, 32 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാർക്ക് 700 രൂപ മാസം അടയ്ക്കാൻ എല്ലാവരും കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഈ 700 അടയ്ക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ചിന്തിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഉറപ്പായിട്ടും പറ്റും, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഇപ്പം നമുക്ക് പോളിസി എടുത്ത് പിറ്റേ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഇൻഷുറൻസ് എടുത്ത് പിറ്റേ ദിവസം കൊണ്ട് ആക്സിഡൻറ്റ്, ഫ്രാക്ചർ, പാമ്പ് കടി, ഷോക്ക് ഏക്കുക, ഇങ്ങനെ ഉള്ള എല്ലാത്തിനും പിറ്റേ ദിവസം കൊണ്ട് ക്ലെയിം കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അത് പല ആൾക്കാർക്കും അറിയത്തില്ല. അത് നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ളതാണ്. കാര്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പനിയായിട്ട് അഡ്മിറ്റ് ആവണമെന്ന് വിചാരിക്കുക. സപ്പോസ് പനിയായിട്ട് അഡ്മിറ്റായി, ഇതിനൊക്കെ നമുക്ക് പോളിസി എടുത്ത് ഒരു 30 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ കവറേജ് കിട്ടും. അതായത് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവണ കേസിന് കിട്ടി തുടങ്ങിയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ 2-3 കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ള പറയാം. ഒന്ന്, നമ്മൾ പോളിസി എടുക്കുന്ന ഒരു അഡ്വൈസർ ആയിക്കോട്ടെ, ഒരു സെയിൽസ് മാനേജർ ആയിക്കോട്ടെ, ആരെയും ആയിക്കോട്ടെ, നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് കൂടുതൽ ഇപ്പോൾ ആൾക്കാരെല്ലാവരും പോളിസി എടുക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ പേപ്പറിൽ എഴുതി പേപ്പർലെസ് ആണല്ല, അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ ഓൺലൈൻ ത്രൂ എടുക്കുന്ന സമയത്ത് തന്നെ എന്തായിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആരുടെടുത്താണോ എടുക്കുന്നത് അവരുടെ അടുത്ത് നിങ്ങൾ ഉറപ്പായിട്ടും 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് പോളിസിയിൽ കാണിച്ചിരിക്കണം. നമ്മളത് കാണിച്ചുകൊണ്ട് മാത്രമേ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ളൂ. അതായത് നിലവിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മരുന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട്, അല്ലെങ്കിൽ ഡയബറ്റിക്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡയബറ്റിക്സ്, അതിനൊക്കെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ഇങ്ങനെ പല അസുഖങ്ങൾ. നമ്മൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ, എന്നെ വിളിക്കുന്ന 100 പേരിൽ ഞാൻ പോളിസി ചെയ്ത് കഴിഞ്ഞാൽ 70 പേർക്ക് ഈ പറഞ്ഞ അസുഖങ്ങളുണ്ട്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ഡയബറ്റിക്സ്, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞ് മാത്രം പോളിസി എടുക്കുക. രണ്ടാമത്തെ കാര്യം, മെയിൻ കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ, കത്തി വെച്ച് എന്തെങ്കിലും ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അറിയാലോ ഈ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സർജറി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോളിസിയിൽ മെൻഷൻ ചെയ്തിരിക്കണം. 100% ചെയ്തിരിക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുക. എന്തെങ്കിലും സർജറീസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുക. അതുപോലെ തന്നെ ഇത് എല്ലാ ഏജൻറ്റുമാരും അഡ്വൈസറും ചോദിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാര്യം വെച്ചാൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് പറയാതെ നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസർ അടുത്ത് പറഞ്ഞ അഡ്വൈസർ ഈ പോളിസിയിൽ ഇത് കാണിച്ചില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനും ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പോളിസി ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത് രണ്ടും, അതായത് എന്തെങ്കിലും അസുഖം നിലവിലുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും സർജറീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോളിസി പറയാം. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെയിം കിട്ടണം. അതായത് നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഉള്ള സമയത്ത് ഇത് പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അത് ചീറ്റിംഗ് ആയി, ആ വ്യക്തിനെ പോളിസിയിൽ നിന്ന് ഡിലീറ്റ് ആക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ പോളിസി ക്യാൻസലേഷനിട്ട് പോകും, ഇൻഡിവിജ്വൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഒരു പോളിസി എടുക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും കോ പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും കോ പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് 100% എമൗണ്ട് കിട്ടാനാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ക്യാഷ്ലെസ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പം നമ്മളൊരു 1 ലക്ഷം രൂപ ബില്ല് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമുക്ക് ക്ലെയിം കിട്ടണം. അല്ലാതെ 10% കോ പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി 90,000 കിട്ടും. 90,000 കിട്ടി 10,000 നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അത് ഒരിക്കലും ഉണ്ടാവും. അത് നോക്കിയെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സബ് ലിമിറ്റ് ഓരോന്നിനും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് റൂമിൻ്റെ പെർ ഡേ കിട്ടുന്ന റൂമിൻ്റെ ലിമിറ്റുകൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം നോക്കിയിട്ട് മാത്രം നമ്മൾ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കുറച്ച് കാര്യങ്ങൾ അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും പോളിസി കാണിക്കുക.
ഇപ്പം വലിയ പ്രീമിയങ്ങളൊന്നും അടച്ച് ചെയ്യേണ്ട കാര്യമില്ല, പ്രതിമാസം അടച്ചുകൊണ്ട് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടും. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ പ്രതിമാസം അടച്ചുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പരിരക്ഷ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കിട്ടുമെന്ന്. അപ്പം കമ്പനിക്ക് അവിടെ ഫുൾ എമൗണ്ട് കിട്ടുന്നില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇവിടുത്തെ ലോൺ ഫെസിലിറ്റിയിലാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു 5,000 അല്ലെങ്കിൽ 3,000 2,000 ആയിരിക്കും ഡൗൺ പേയ്മെൻറ്റ്. ഈ എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷത്തേക്കുള്ള ഒരു കവറേജ് ഒരുമിച്ചും കിട്ടുകയാണ്. അപ്പോൾ നമ്മളെ 3 വർഷത്തെ എമൗണ്ട് ഓൾറെഡി ഈ ഇതിനുള്ളിലുള്ള കമ്പനി തന്നെ അവർക്ക് കൊടുക്കുകയും ആ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം EMI അടച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു കസ്റ്റമർ തന്നെ പറയാം. എൻ്റെ ഒരു കസ്റ്റമർ പോളിസി എടുത്തു, ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് പോളിസി സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ ദിവസമായപ്പോൾ ഒരു ടീച്ചർ ഹസ്ബൻഡാണ്. 2ാമത്തെ ദിവസമായപ്പം അവർക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിക്കും. അത് ഈ പുള്ളിക്കാരന് കയ്യിലും കാലിലൊക്കെ കമ്പിയിടേണ്ടി വന്നു. ട്രിവാൻഡ്രം SP മെഡിഫോറിലാണ് കൊണ്ടുപോയത്. അവിടെ നേരെ മാർത്താണ്ഡ ഹൈസെക് ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരോട് ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് ഒരു 5 ദിവസം കിടന്ന് ഏകദേശം 3,73,000 രൂപയുടെ ഹോസ്പിറ്റലിൽ ബില്ലായി. അപ്പോൾ ഈ ഫുൾ എമൗണ്ടും ക്ലെയിം ചെയ്ത് കിട്ടിയെന്നുള്ളതാണ്. പോളിസി എടുത്ത് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതെന്തുകൊണ്ട് കിട്ടി? ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റ്, ഫ്രാക്ചർ, പാമ്പ് കടി, ഷോക്ക് കേക്കോ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഇൻസിഡൻ്റ് എല്ലാം പോളിസി എടുത്ത് പിറ്റേ ദിവസം കൊണ്ട് കവറേജ് ഉണ്ട്. അതാണ് ചിന്തിക്കണം. അഡ്മിറ്റ് ആവുന്ന കേസിനാണ് പോളിസി എടുത്ത് 30 days. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ പുള്ളി പോളിസി എടുത്ത് 2ാമത്തെ ദിവസമാണ് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. ഫസ്റ്റ് EMI പോലും അടച്ചിട്ടില്ല, ഡൗൺ പേയ്മെൻറ്റ് മാത്രമേ അടച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ട് കിട്ടി? നമ്മുടെ ഈ 3 വർഷത്തെ എമൗണ്ട് ഓൾറെഡി ഇൻഷുറൻസ് കമ്പനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം EMI അടച്ചാലും നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. വളരെ വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അറിയാമല്ലോ, 20,000 30,000 ഒക്കെ ഒരു നമുക്കിപ്പോൾ കയ്യിൽ നിന്ന് കൊടുത്താൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമായിട്ടാണ്. ഞാൻ മെയിനായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറയാം. ഞാനിത് പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട് പറയണത്, എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അസുഖം വന്നിട്ട് ഒരു 100 കോൾ വന്നു കഴിഞ്ഞാൽ 20 കോളോളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ട് അസുഖങ്ങൾ പണ്ട് മുതലേ ഉള്ള ആൾക്ക്, ആൻറ്റിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്തവരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടത്തില്ല നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക്, അതിനൊക്കെ തന്നെ ഡിസ്കിന് പ്രോബ്ലം, മേജറായിട്ടുള്ള ഡിസ്കിന് പ്രോബ്ലം ഉള്ള ആൾക്ക്, അതിനൊക്കെ തന്നെ അപസ്മാരം, പണ്ട് മുതലേ അപസ്മാരമുള്ള ആൾക്ക്, വാതരോഗം, ആമവാദം എന്ന് പറയും, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യത്തിലുള്ള ഒരു സമയത്ത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ഉറപ്പായിട്ടും വയ്ക്കുക. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. ഈവൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും, മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ആരോഗ്യത്തോടുള്ളൊരു സമയത്ത് ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പായിട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അത് പണ്ടത്തെ പോലെ നമുക്ക് അടച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു 10,000 20,000 15,000 രൂപയൊക്കെ എടുത്ത് അടച്ച് ഇൻഷുറൻസ് തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണക്കാരന് ചിലപ്പോൾ ഒരു മാസം ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു 900 1000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അവർക്കാണ് ഏറ്റവും നല്ല കാലഘട്ടം ഇപ്പോഴുള്ളത്. കാര്യം വെച്ചാൽ പ്രതിമാസം അടച്ചുകൊണ്ട്, പ്രതിമാസം ഒരു ദിവസം ഒരു 100 രൂപ വെച്ച് മാറ്റിയാൽ ഒരു മാസം 3,000 രൂപ അല്ലേ. ഒരു ഫാമിലിക്കെല്ലാം കൂടെ 2,000 രൂപ 2,200 രൂപയ്ക്ക് അടവ് വരുന്നത്. അപ്പോൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ കവറേജാണ് എടുക്കണമെങ്കിൽ ഈ 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും കൂടിയല്ല 10 ലക്ഷം. ആ പോളിസിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനും സെപ്പറേറ്റ് 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടാവും. അതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് പോളിസിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടെന്നുള്ള അടുത്ത നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പ്രോപ്പറായിട്ട് ജെന്യുവനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലെയിം പോലും റിജക്റ്റ് ആവത്തില്ല. ഫുൾ ക്യാഷ്ലെസ്, നമ്മളൊരു പൈസ പോലും കൊടുക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ എമൗണ്ടും ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞാൻ ചൂസ് ചെയ്ത് തരാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി, ചൂസ് ചെയ്ത് തരാം. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. എൻ്റെ പേര് അജീഷ് എന്നാണ്. ഓക്കെ, താങ്ക് യു.